യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുത്ത് കോൺസർവേറ്റീവുകൾ. ജർമ്മൻ പാർലമെന്റായ ബോണ്ടസാഗിലേക്ക് ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രെഡറിക് മെർസ് നയിച്ച മധ്യ വലതു സഖ്യമായ CDU CSU എന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തി. നിയുക്ത ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുമെന്നും അറിയിച്ചു. ജർമ്മനിയിലെ പ്രാഥമിക തിരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് പാർലമെന്റിലെ 630 സീറ്റിൽ 208 ഫ്രെഡറിക് മെർസ് നയിച്ച സഖ്യം കൈക്കലാക്കി. വലതുപക്ഷ പാർട്ടിയായ AF രണ്ടാം സ്ഥാനത്തെത്തി. കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ AFD പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ നേട്ടമുണ്ടാക്കുന്നത് ഇത് ആദ്യമായാണ്. യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങളും പ്രത്യേകിച്ച് ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും തദ്ദേശീയരെ ഒന്നിച്ചുകൂട്ടുവാനും സംഘടിതരാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള നിലപാടുകൾ വലതുപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തതും തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അവരെ നയിക്കുന്ന സാഹചര്യമുണ്ടാക്കി. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 120 സീറ്റുമായി 3-ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം സോഷ്യൽ ഡെമോക്രാറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയാണിത്. നഷ്ടപ്പെട്ടു പോയ ജർമ്മനിയുടെ പ്രതാപം വീണ്ടെടുക്കുവാൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സാധിക്കുമെന്നാണ് ജനം അഭിപ്രായപ്പെടുന്നത്. അടുത്ത ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ക്രൈസ്തവ സംസ്കാരം ജർമ്മനിയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും ഏവരും വിശ്വസിക്കുന്നു. കുടിയേറ്റക്കാരെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന പല ഉത്തരവുകളും പുതിയ ഗവൺമെന്റിന്റെ ആദ്യ ഉത്തരവുകളുടെ ഭാഗമാകും. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുമെന്ന് ഫ്രെഡറിക് മെർസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അതിരുകടന്ന നടപടിയെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അറസ്റ്റ് വാറന്റെന്നും ഫ്രെഡറിക് മെർസ് പറഞ്ഞു. ഇതിലൂടെ ജർമ്മനി ഇസ്രായേലിനൊപ്പമെന്ന വലിയ സന്ദേശമാണ് ഫ്രെഡറിക് മെർസ് കൈമാറുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.